ഈ വിശദീകരണ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകാത്ത ഒരു അസ്വസ്ഥ്യം എനിക്കുണ്ടായി. ഭയങ്കരമായിരിക്കുന്ന വിഷയമുണ്ടായി. ഉറക്കം ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. എന്തായിരുന്നു കാരണം എന്നറിയാമോ? കഴിഞ്ഞ യോഗത്തിൽ, കഴിഞ്ഞതിന്റെ വിശദീകരണ യോഗത്തിൽ ഹനീഫ് കായപ്പടി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കത്തിയിലുണ്ട്, ഞാൻ ഈ കേൾക്കുന്നു. മുമ്പ് മുനാഫികളുടെ സദസ്സിൽ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ ഏതൊക്കെ ആയത്തുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ടായിരുന്നുവോ തൗഹീദിനെ സമർപ്പിച്ചിരുന്നത്, ശിർക്കിനെ എതിർത്തിരുന്നത്, അതേ ആയത്തിൽ നാം മാത്രമുള്ള ഒരു സദസ്സിൽ ഇതേ അവതരിപ്പിക്കുകയാണ്. ആ മാറ്റത്തെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചു, ആരോടാണ് ഈ പറയുന്നത്? ഇതിനകത്ത് മുനാഫികളോടാണോ? ഇവിടെ നമ്മുടെ ശത്രുക്കളോടാണോ? നമ്മുടെ വിരോധികളോടാണോ? കറകളഞ്ഞ ഇതിന്റെ പ്രവർത്തകന്മാർ, ഉയർന്ന തരത്തിലുള്ള പ്രവർത്തകന്മാരെ വിളിച്ചിട്ടാണ് വിശദീകരണ യോഗം നടത്തുന്നത്. ആ യോഗത്തിലാണോ വിശദീകരണങ്ങൾക്കിടയിൽ ഇറങ്ങിയ തൗഹീദിന്റെ ആയത്തുകൾ? അവൻ ദുനിയയോട് പ്രാർത്ഥിച്ചപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഇറങ്ങിയ ആയത്തുകൾ. മഹാനായ കല്ലൂർ കാലം മോദി അത്തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ വിശദമായി എഴുതിയിട്ടുള്ള ആയത്തുകൾ, ഉദ്ധരിച്ചിട്ടുള്ള ആയത്തുകൾ. നമ്മൾ ചെയ്തു പോലും അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ദിവസത്തിലായിരുന്നു. അതിഥിയോടല്ല ആമുഖമാണ് അദ്ദേഹത്തിനുണ്ടാകുക. അദ്ദേഹത്തിന്റെ തുടർച്ചയായ 3-4 ദിവസങ്ങളിലെ വയലുകൾ ഒരുപാട് അവിടെ കേട്ട ആളാണ്. ആദ്യത്തെ ദിവസം അതിന്റെ ആമുഖമാണ്. രണ്ടാമത്തെ ദിവസം അദ്ദേഹം കടന്ന് തൗഹീദിലേക്ക് അദ്ദേഹം പ്രബോധനം ആരംഭിക്കുമ്പോൾ, ആ ഉപാസികൾക്ക് നടുവിൽ വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകൾ ഈണത്തോടെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചുകൊണ്ടുള്ള ആ ആയത്തുകൾ ഇത് ആവർത്തിക്കപ്പെടുന്ന മുജാഹിദുകൾ മാത്രമുള്ളവരിൽ അവസ്ഥയിൽ. എന്നിട്ട് പിന്നീട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ അതാണ് ഇവർ ചർച്ചയ്ക്കപ്പെടുന്നത്. ഇത് നമ്മൾ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഈ പ്രസ്ഥാനത്തെ ഏതെങ്കിലും ഒരാൾ അയാൾക്ക് ഈ ആശയമുണ്ടെങ്കിൽ അതിനെ തിരുത്തേണ്ടതും തിരുത്താൻ തയ്യാറില്ലെങ്കിൽ ഈ സംഘടനയ്ക്ക് പരിധിക്ക് പുറത്തേക്ക് അയാൾ പോകണമെന്ന് തീരുമാനിക്കുന്നതും സംഘടനയുടെ പെരുമാറ്റ ചട്ടങ്ങളിൽ അത് നിലവിലുള്ളതാണ് ഇപ്പോൾ സ്വീകരിച്ചതുമാണ്.